ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ അക്കാഡമിക്സിൻ്റെ മറ്റൊരു സെഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഹെഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി പ്രീവിയസ് ഇയറിൻ്റെ മാത്രമായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഉപരിയായിട്ട് ചില എന്താ പറയുക, നമ്മളൊരു ചാൻസസ് നോക്കിയിട്ട്, അതായത് ഓരോ ഏരിയയും നമ്മൾ എന്താ പറയുക കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് ചാൻസസ് എന്ന് നോക്കിയിട്ട് സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസും ഇതിനുശേഷം ആദ്യത്തെ നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ നടക്കുന്ന സ്ഥലത്ത് മോസ്റ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം പ്രധാനപ്പെട്ട നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാനാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നത്. എന്തെല്ലാമാണ്, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ്, ഏതെല്ലാം ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് എക്കണോമിക്സിൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയാണല്ലോ നമ്മളിത് സാധാരണഗതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഏരിയാസ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സിമിലർ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ട് അവസാന ഭാഗത്തേക്ക് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? പക്ഷേ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പ്രീവിയസ് ഇയറിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കും. ഏതാണ്ട് 2010 മുതലുള്ള ഒരു ട്രെൻഡ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ ട്രെൻഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ ഉൾപ്പെടുത്തും. ഒരു മിക്സ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും. എന്നാലും നമ്മൾ 2010 മുതലുള്ള ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടം വരെ ഒന്ന് കവർ ചെയ്യാനാണ് പതുക്കെ ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അധികം താമസിപ്പിക്കാതെ ആ ഒരു ഡിസ്കഷനിലേക്ക് കിടക്കാം. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫോർമലൈസ്ഡ് സിസ്റ്റം ഓഫ് ട്രേഡിംഗ് എഗ്രിമെന്റ്സ് വിത്ത് ഗ്രൂപ്പ്സ് ഓഫ് കൺട്രീസ് ഈസ് നോൺ ആസ്. എന്താണ്? ഫോർമലൈസ്ഡ് ആയിട്ടുള്ള, ഫോർമലായിട്ട്, അതായത് എഗ്രിമെന്റുകളാണ് അല്ലെ. എഗ്രിമെന്റ് അതായത് ഫോർമലി രണ്ട് എന്താ പറയുക, രാജ്യങ്ങൾ തമ്മിൽ രണ്ടാവണമെന്നില്ല. ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്, ഒന്നിൽ അധികമായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുകയാണ്, ട്രേഡിംഗ് എഗ്രിമെന്റ് ഫോർമലൈസ് ചെയ്യുന്നതിനെ ഏത് പേരിലാണ് പറയുന്നത്? എന്തൊക്കെയാണ് ഓപ്ഷൻസ് നോക്കൂ. ട്രേഡിംഗ് ബ്ലോക്സ് ഉണ്ട്, ട്രേഡ് വെഞ്ചേഴ്സ് ഉണ്ട്, ട്രേഡ് പാർട്ട്നേഴ്സ് ഉണ്ട്, ട്രേഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്സ് ആണ് അല്ലെ. ഓർഗനൈസേഷൻസ് ഉള്ളതിൽ വരുമോ? ഇല്ല അല്ലെ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതെന്താണ്? അത് ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണോ? അല്ല, അതൊരു ട്രേഡ് എഗ്രിമെന്റ് അല്ല അല്ലെ. അതെന്താ, നിയമാവലികളൊക്കെ ഉൾപ്പെടുന്ന ഒരു രാജ്യങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു ട്രേഡ് എഗ്രിമെന്റോട് കൂടിയിട്ട് രാജ്യങ്ങൾ തമ്മിൽ ഫോർമലി ഒരു സിസ്റ്റം ഓഫ് എന്താ പറയുക എഗ്രിമെന്റ് വരുന്നതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? അത് ട്രേഡിംഗ് ബ്ലോക്സ് എന്നുള്ളതാണ്. എന്താണ് ട്രേഡിംഗ് ബ്ലോക്സ്? നിങ്ങൾ കേട്ടില്ല, ആസിയാൻ, അതുപോലെ RCEP ഒക്കെ എന്താണ്? ഈ അടുത്ത് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, RCEPയിൽ നിന്നും ഒപ്പിടാതെ മാറി നിന്നു അല്ലെ. അതൊരു കറണ്ട് അഫെയറിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഏത് ട്രേഡിംഗ് ബ്ലോക്കിൽ നിന്നാണ് ഇന്ത്യ മാറി നിന്നത്? ചേരാതെ ആസിയാൻ എന്ന ആസിയാൻ ഒരു ഓൾറെഡി എന്താണ്, ഒരു ട്രേഡിംഗ് ബ്ലോക്ക് ആണ് അല്ലെ. അത് ഇതിനൊരു ഉദാഹരണമാണ് അല്ലെ. ഫോർമലൈസ്ഡ് സിസ്റ്റം ഓഫ് ട്രേഡിംഗ് എഗ്രിമെന്റ്സ് അല്ലേ അത് ചില ആസിയാൻ കൺട്രികളുടെ ഇടയിലുള്ളത്. അപ്പോൾ ആ ഒരു ആസിയാനൊപ്പം മറ്റ് കുറച്ച് രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ഇന്ത്യയെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. സൗത്ത് കൊറിയ ഉണ്ട്, ജപ്പാൻ ഉണ്ട്. ഇവരൊക്കെ കൂടി എന്ത് ഒപ്പിടാൻ ശ്രമിച്ചു? ഒരു റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന പേരിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് അത് ബേസിക്കലി ആര് ഹെഡഡ് ആണ്? ചൈന ഹെഡഡ് ആണ് അല്ലെ. ചൈന ഹെഡഡ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്. എന്തിനെതിരെയാണ്? അമേരിക്കയുടെ ഒരു ഹെഗമോണി ഉണ്ട് അല്ലെ, വേൾഡ് ട്രേഡിലായാലും മറ്റ് എല്ലാ ഭാഗങ്ങളിലായിട്ടും. അതിനെ എന്ത് ചെയ്യുകയാണ്, ഉയർന്നു വരുന്ന അമേരിക്കയ്ക്ക് ഒരു ബദൽ എന്നുള്ള രീതിയിൽ ചൈന കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ ഒരു പ്ലാനിലാണ് ഈ RCEP ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പല റീസൺസും, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല റീസൺസും, എക്കണോമിക് ആയിട്ടുള്ള പല റീസൺസും കൊണ്ട് തന്നെ RCEPയിൽ ആര് ചേർന്നില്ല, ഇന്ത്യ ചേരുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം എന്താണ്? ചൈന എന്ത് ചെയ്യുകയാണ്, അത് മോണോപ്പൊളൈസ് ചെയ്തിട്ട് ചൈനയ്ക്ക് അനുകൂലമായ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പലതിൻ്റെയും ഡംപിങ് എവിടേക്ക് നടക്കും, ഇന്ത്യയിലേക്ക് നടക്കും എന്നുള്ളൊരു ഭയം കാരണമാണ് എന്ത് ചെയ്തത്, ഇതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത്. അതിന് പല വിധത്തിലുള്ള ഫ്രണ്ട്സും, അതായത് പൊളിറ്റിക്കൽ റീസൺസും പലതും ഉണ്ടെന്ന് കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഹിസ്റ്ററിയും പൊളിറ്റിക്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ എന്താണ് ട്രേഡിംഗ് ബ്ലോക്സ് എന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? എന്താണ് രാജ്യങ്ങൾ തമ്മിലുള്ള ആസിയാൻ പോലെ, RCEP ഒക്കെ പോലുള്ള ട്രേഡിംഗ് ബ്ലോക്കുകൾ എന്താണ്? ഫോർമലൈസ്ഡ് സിസ്റ്റമാണ്. എങ്ങനെ? അതൊരു ഫോർമലൈസ്ഡ് സിസ്റ്റം ഓഫ് ട്രേഡിംഗ് എഗ്രിമെന്റ്സ് ആണ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഓഫ് കൺട്രീസ്. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. എന്താണ് അടുത്ത ചോദ്യം? Which one of the following is not a method of estimating national income? അപ്പൊ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയായിരുന്നു കണ്ടിരുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് നമ്മൾ
ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ചൊക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക RCEP, ASEAN എന്നിവയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എക്കണോമിക്സിൽ അല്ലേ. ആ ക്ലാസ് ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ ആ ക്ലാസ് എന്തായാലും വരും. ആ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചർച്ച ചെയ്തിട്ടുണ്ട്? ആ വന്ന ക്വസ്റ്റ്യൻ ചർച്ച ചെയ്ത്, അതായത് ട്രേഡ് ബ്ലോക്ക് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് എവിടെ പറഞ്ഞിട്ടുണ്ട്? ആ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് നോക്കാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം ഇതിൽ ഏത് രീതിയിൽ ആണ് അളക്കാൻ പറ്റാതെ? നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നോക്കൂ, വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലെ. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നും എന്താണെന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അതിൽ ഇല്ലാത്ത ഏതാണെന്ന് മനസ്സിലാക്കും. എക്സ്പെൻഡിച്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ, ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ്, വാല്യൂ ആഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ മെത്തേഡ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻകം മെത്തേഡ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? തീർച്ചയായിട്ടും മാട്രിക്സ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് ഇതിൽ ഓരോന്നും എന്താണെന്ന് അറിയേണ്ട ആവശ്യം പോലും ഇവിടെ ഇല്ല. ഈ 3 മെത്തേഡ് ഉണ്ട് എന്നുള്ള ഹെഡ് ജസ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അല്ലേ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അതിൽ വലിയ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല. മാട്രിക്സ് മെത്തേഡ് എന്ന് മാത്രമാണ് എന്ത് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാത്ത ഒന്നായിട്ട് പുറത്തു നിൽക്കുന്നത്. ഇനി മൂന്നാമത്തേത് എന്താണ് നോക്കൂ. ദ മോണിറ്ററി പോളിസി ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ദ മോണിറ്ററി പോളിസി ഓഫ് ഇന്ത്യ ഈസ് ഫോർമുലേറ്റഡ് ബൈ. നമ്മളിത് പല സ്ഥലങ്ങളിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മോണിറ്ററി പോളിസി ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് തലത്തിൽ എടുക്കുന്നു. എന്തിനെ? ഇൻഫ്ലേഷൻ ആയാലും അല്ലെങ്കിൽ ഗ്രോത്ത് ആയാലും ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിസ്ക്കൽ പോളിസീസ് എടുക്കുന്നത് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് തലത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതേ പോളിസീസ് സെൻട്രൽ ബാങ്ക് ആണ് എടുക്കുന്നത് എങ്കിൽ അതിനെ എന്താണ് വിളിക്കുക? മോണിറ്ററി പോളിസി എന്നാണ് വിളിക്കുക എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പൊ മോണിറ്ററി പോളിസി ആരാണ് എടുക്കുന്നത്? സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൃത്യമല്ലേ? അപ്പോ ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമ്മളിത് മണി മാർക്കറ്റിന്റെ അവിടെ, അതിനുശേഷം പബ്ലിക് ഫൈനാൻസിന്റെ അവിടെയെല്ലാം ഇത് പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവയിലൊന്നും ജനറലി നമ്മൾ ഇൻഫ്ലേഷന്റെ കാര്യം പറയുന്ന സമയത്ത് ഇൻഫ്ലേഷനെ കുറിച്ച് നമ്മൾ വളരെയധികം കാര്യമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു അല്ലെ. എക്കണോമിക്സിന്റെ ക്ലാസ്സസിൽ ഇപ്പൊ ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഇൻഫ്ലേഷൻ കൺട്രോൾ മെത്തേഡുകൾ, അല്ലെങ്കിൽ എന്താ പറയാ പബ്ലിക് ഫൈനാൻസിലോ മണി മാർക്കറ്റിന്റെ സ്ഥലത്ത് ക്രെഡിറ്റ് കൺട്രോളിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു വന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? മോണിറ്ററി പോളിസി ആരാണ് എടുക്കുക? സെൻട്രൽ ബാങ്ക് ആണ്. അപ്പൊ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. കൃത്യമല്ലേ? ഇപ്പൊ മോണിറ്ററി പോളിസി എടുക്കുന്നത് ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ കേസിൽ RBIയും. ഫിസ്ക്കൽ പോളിസിയാണ് വരുന്നത് എങ്കിൽ ഫിസ്ക്കൽ പോളിസി ആരാണ് എടുക്കുന്നത്? അത് അവിടുത്തെ ഗവൺമെന്റും ആണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കൂ. എ ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പർ ഈസ് കോൾഡ്. എന്താണ്? എ ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പർ. ഷോർട്ട് ടേം എന്നുള്ളത് ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഷോർട്ട് ടേം ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു? മണി മാർക്കറ്റിലാണ്. ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് റൈസിംഗ് ആണ് എവിടെ നടക്കുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിലാണ്. അപ്പൊ മണി മാർക്കറ്റിലെ ഏതോ ഒരു ടൂൾ ആണ് എന്ന് നമുക്ക് ഷോർട്ട് ടേം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇനി നോക്കൂ, ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പർ ആണ് അല്ലെ. എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അപ്പൊ ഗവൺമെന്റ് സെക്യൂരിറ്റികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. അതിൽ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ളത് ഏതാണ് ഈ ലിസ്റ്റിലും നോക്കൂ, വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും അല്ലെ. ആ ക്ലാസ്സുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഷെയർ ആവട്ടെ, ഡിബെഞ്ചർ ആവട്ടെ, മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, ഇതെല്ലാം ബേസിക്കലി എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ടൂൾസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് അല്ലെ. ഇവയെല്ലാം ലോങ് ടേം ആയിട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് ഒക്കെ ഉള്ള രീതിയിലാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ഷെയറിന്റെയും ബോണ്ടുകളുടെയും ഡിബെഞ്ചറുകളിലൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഇവയിൽ പെടാതെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പർ ആയിട്ട് കിടക്കുന്നത് ആരാണ്? ട്രഷറി ബില്ലുകളാണ്. നമ്മൾ ട്രഷറി ബില്ലുകളെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ. ഷോർട്ട് ടേം ആയിട്ടുള്ള, അതിനുശേഷം അവയുടെ വിവിധ തലത്തിൽ, അതായത് 364 അതിന്റെ എന്താ പറയാ, നമ്മൾ പകുതി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ ട്രഷറി ബില്ലുകളുടെ കാലാവധി ഉൾപ്പെടെ എല്ലാം നമ്മൾ 1 വർഷത്തിൽ താഴെയാണ് ഇവയുടെ എല്ലാം കാലാവധി അല്ലെ. 90 ദിവസത്തെ ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ പല വിധത്തിൽ 14 ദിവസം മുതൽ തുടങ്ങുന്നതാണെന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അപ്പൊ ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പർ എന്ന രീതിയിൽ ഇവിടെ കാണുന്നത് ആരാണ്? സംശയമില്ലാതെ നമുക്ക് ഉറപ്പിക്കാം, ഏതാണ്? ട്രഷറി ബില്ലുകളാണ്. ട്രഷറി ബില്ലുകളുടെ പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലെ. എന്താണ്? സീറോ കൂപ്പൺ ആണ്. എന്താണ് സീറോ കൂപ്പൺ എന്ന് പറഞ്ഞാൽ? എന്താണ് സീറോ കൂപ്പൺ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇതിന് എന്തില്ല? പലിശ എന്നുള്ള രീതിയിലില്ല.
പലിശ ഇല്ലാത്ത രീതിയിലാണ് ട്രഷറി ബില്ലുകൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് അപ്പൊ ലാഭം എങ്ങനെയാണ് പലിശയില്ലെങ്കിൽ അത് നമ്മൾക്ക് അത് ഡിസ്കൗണ്ട് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതായത് 1000 രൂപയുടെ ട്രഷറി ബില്ലാണെങ്കിൽ അത് ഏത് രീതിയിൽ ഒരാൾക്ക് വാങ്ങാൻ പറ്റും, ചിലപ്പോൾ മേ ബി 940 രൂപയ്ക്ക് അയാൾക്ക് ചിലപ്പോൾ കിട്ടും. അപ്പോൾ 6% ഡിസ്കൗണ്ടിൽ കിട്ടും. എന്നിട്ട് അത് എന്ത് ചെയ്യും, മെച്യൂരിറ്റി ആവുന്ന സമയത്ത് തിരിച്ച് 1000 തന്നെ കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇത് മെച്യൂരിറ്റി പീരീഡിൽ എന്ത് ചെയ്യുക, അല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് വാങ്ങുക, മെച്യൂരിറ്റി പീരീഡിൽ എന്ത് ചെയ്യും, അത് അറ്റ് പാർ എന്നുള്ള വാക്ക് നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അറ്റ് പാർ തന്നെ എന്ത് ചെയ്യും, തിരിച്ച് ലഭിക്കുമെന്ന് നമ്മൾ ട്രഷറി ബില്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് ഇത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ? കൃത്യമാണല്ലോ, ഫൈൻ. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academies.online.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ച്, Gmail ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ ഇമെയിൽ ID ഉള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ID നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിലൂടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ഹിസ്റ്ററി ഒഴികെ, കേരള PSCക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL ഒരു കോഴ്സ്, CHSL ഒരു കോഴ്സ്, MTS ഒരു കോഴ്സ്, അങ്ങനെയല്ല. അല്ലെങ്കിൽ NTPCക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ്, അങ്ങനെയല്ല. നമ്മൾ എല്ലാ SSC RRB പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ RRB SSC പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCക്ക് ഇംഗ്ലീഷ് ഉണ്ട്, RRBക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. സോ SSC MTSനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ RRB NTPCക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാത്സും ഇംഗ്ലീഷും എന്തില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. RRB NTPCക്ക് ആണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം MTSനാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനൂടെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി CGLനോ CHSLനോ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടെ എന്തുകൂടി നിങ്ങൾ പഠിക്കണം, അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക. ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്, ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണാം, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് ദെൻ അതിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിത മിസ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ 2 വട്ടം CGL അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റുമോ അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങളിത് എടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? നമ്മൾ ആ ട്രേഡ് ബ്ലോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൃത്യമായിട്ട് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. അതെന്താണ്, മൾട്ടിലാറ്ററൽ ട്രേഡ് ആണ്. മൾട്ടിലാറ്ററൽ ട്രേഡിന് വേണ്ടിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്. ലോകത്ത് മുഴുവൻ, അതായത് ഭൂമിയിലെ ഏതെല്ലാം രാഷ്ട്രങ്ങളുണ്ടോ ആ രാഷ്ട്രങ്ങളെല്ലാം തമ്മിലുള്ള ട്രേഡിലുള്ള എന്താ ചെയ്യുക, അവയുടെ
കൊടുക്കൽ വാങ്ങലുകളിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള നിയമാവലി ജസ്റ്റ് സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, മൾട്ടി ലാറ്ററൽ ട്രേഡ് പ്രോത്സാഹിപ്പിക്കണം. രാജ്യങ്ങൾ തമ്മിൽ എന്ത് വേണം, തുടർച്ചയായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, വ്യാപാര ബന്ധങ്ങളും മറ്റും നടക്കണമെന്നും അതിന് ബേസിക് ആയിട്ട് അത് നടക്കാൻ ഏത് ഡിസിപ്ലിൻ സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളത് ഒന്നും എന്താ പറയുക നോക്കിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് ഇത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഫൈനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ പീസ്, യൂണിലാറ്ററൽ ട്രേഡ്, ഇത്തരം കാര്യങ്ങളൊന്നുമല്ല വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഉദ്ദേശ ലക്ഷ്യം. ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കലല്ല. അതിനെന്താണ് വേൾഡ് ബാങ്ക്, ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നൊക്കെ പറയില്ല നമ്മൾ, വേൾഡ് ബാങ്ക്, IMF പോലെയുള്ള സംഘടനകൾ എന്തിനുണ്ട്, ഈ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഗ്ലോബൽ പീസിന് അതിൻ്റെതായിട്ടുള്ള UN ബാക്കിയുള്ള ബോഡീസ് പ്രവർത്തിക്കുന്നുണ്ട്. യൂണിലാറ്ററൽ ട്രേഡിന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള എന്ത് ആവശ്യമില്ല, ഒരു പ്രൊമോട്ടർ ആവശ്യമില്ല. യൂണിലാറ്ററൽ ഒരാളുടെ സ്വന്തമായിട്ടുള്ള ട്രേഡിംഗ് പരിപാടിയല്ലേ. പക്ഷെ മൾട്ടി ലാറ്ററൽ ട്രേഡിംഗ് വരുന്ന സമയത്ത് എന്ത് വേണം, ഒരു സംഘടനയുണ്ട്, അതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. കൃത്യമല്ലേ? ഫൈൻ. ഇനി എന്താണ് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അണ്ടർ വിച്ച് മാർക്കറ്റ് കണ്ടീഷൻ ഡു ഫേംസ് ഹാവ് എക്സസ് കപ്പാസിറ്റി. ഇതാണ് ഫേമുകൾക്ക് എക്സസ് കപ്പാസിറ്റി, അതായത് അവരുടെ കപ്പാസിറ്റി സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കൂടുതലായിട്ട് കപ്പാസിറ്റി വരുന്ന ഒരു സമയം ഏതാണ്? അത് നിങ്ങൾക്ക് എന്താ പറയുക, ക്ലാസ്സുകൾ കൃത്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഇത് കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ചിലപ്പോൾ ഊഹിക്കാൻ പറ്റുമായിരിക്കും അല്ലെ, ചിലപ്പോൾ പക്ഷെ ഒരു ഡൗട്ട് വരാം. എന്നിരുന്നാലും നോക്കൂ, എക്സസ് കപ്പാസിറ്റി ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ വരണമെങ്കിൽ ആ മാർക്കറ്റ് കണ്ടീഷനിൽ എന്ത് വേണം, എപ്പോഴാണ് അവർക്ക് എക്സസ് പവർ കിട്ടുക? തീർച്ചയായിട്ടും ഒരു മോണോപോളിസ്റ്റിക് ടൈപ്പ് ആയിരിക്കുമ്പോഴാണ് അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ ഇത് മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. ഡിയോപോളി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്താണ് ഇവയെല്ലാം നമ്മൾ മാർക്കറ്റ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് തുടക്കത്തിൽ തന്നെ ക്ലാസ്സുകളിലാണ്, മൂന്നാമത്തെ മറ്റേ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഒളിഗോപോളി എങ്ങനെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഡിയോപോളി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും അല്ലെ. ഡിയോപോളി രണ്ടായിരിക്കും. ഒളിഗോപോളി എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാർ വിൽപ്പനയൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നിസാനെ പോലെ അല്ലെങ്കിൽ എന്താ പറയുക ടാറ്റ, അങ്ങനത്തെ ആരാണ് ചില പ്രത്യേക ഒരു എന്താ പറയുക കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും അത് നിയന്ത്രിക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഒരാൾക്കും പ്രത്യേകമായിട്ടുള്ള ശക്തി കൂടുതലൊന്നുമില്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കോമ്പറ്റീഷൻ നടക്കുന്ന മാർക്കറ്റുകളാണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓർമ്മയില്ല നിങ്ങൾക്ക്, നമ്മൾ ജിയോ വന്നപ്പോൾ എന്താണ് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി അവർ ചെയ്തത്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, നമ്മൾ ആ സമയത്ത് ഫേസ്ബുക്കിന്റെയും ജിയോയുടെയും മേധാവികൾ നമ്മൾ നടത്തിയ ഒരു ചർച്ചയെക്കുറിച്ചൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ നടന്ന ചർച്ചകളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് കണ്ടിരുന്നു, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ സവിശേഷതകളും മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റ് എങ്ങനെയാണ് പെരുമാറുക എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എക്സസ് കപ്പാസിറ്റി എന്ന വാക്ക് കേട്ടാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കണം, അത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന് ഉള്ള ഒരു സ്ഥലത്താണ് എന്ത് വരിക, ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വരിക എന്ന് മനസ്സിലാക്കുക. എക്സസ് കപ്പാസിറ്റി ഉള്ള മാർക്കറ്റ് കണ്ടീഷൻ എവിടെയാണ്, മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള, അതായത് പിടിച്ചടക്കിക്കൊണ്ട് ഒരാൾ എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ തീരുമാനിക്കുകയാണ് ഇന്ന രീതിയിൽ പോട്ടെ എന്ന്. അപ്പം മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉള്ള സ്ഥലത്ത് എന്ത് സംഭവിക്കും, മോണോപോളിസ്റ്റിക് മാർക്കറ്റ് ഉണ്ട്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, ആ ക്ലാസ്സുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഇത് നടക്കുന്നത്, എക്സസ് കപ്പാസിറ്റി ഉള്ളത്, മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള. ആ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, പ്രൈസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ്. ഇതുപോലെ പറഞ്ഞിട്ടില്ല നമ്മൾ, പക്ഷെ എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സ് ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു, മാക്രോ എക്കണോമിക്സ് എന്താണ്, ജനറലി ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലത്തെ അതായത് വളരെ ഒരു വലിയ സ്കെയിലുള്ള ലാർജ് സ്കെയിലുള്ള ജനറൽ ആയിട്ടുള്ള എന്താ പറയുക വാല്യൂസ് പറയാനാണ് മാക്രോ എക്കണോമിക്സ് എന്നും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലെ, മൊത്തത്തിൽ എന്താ പറയുക ഗ്രോത്ത് എത്രയാണ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് മൊത്തത്തിൽ എത്രയാണ് ഇന്ത്യയുടെ, ഇതൊക്കെ പറയാനാണ് മാക്രോ എന്നും. അതായത് അല്ലെങ്കിൽ ഓറഞ്ചസ് അറ്റ് എന്താ പറയുക കൊച്ചിയിലുള്ള ഓറഞ്ചിന്റെ വില, ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ്, സാധനങ്ങളുടെ പ്രൈസുകൾ, അതൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മൈക്രോ എക്കണോമിക്സ് ഉപയോഗിക്കുന്നുവെന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഊഹിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. പ്രൈസ് തിയറി എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട്, മൈക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്നുണ്ട്. അത് സാധനങ്ങളുടെ വില എന്ന് മാത്രമല്ല കേട്ടോ, സാധനങ്ങളുടെ വില മാത്രം, നമ്മൾ ഫാക്ടർ ഓഫ് കോസ്റ്റും ഫാക്ടർ ഇൻകം ഒക്കെ പഠിച്ചില്ലേ. ഫാക്ടർ കോസ്റ്റ് മറ്റും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മറ്റും ലാൻഡ്, ലേബർ, എന്റർപ്രണർ, ക്യാപിറ്റൽ, ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഇവയ്ക്ക് എന്താണ് കോസ്റ്റുകളുണ്ട്, അതിന്റെ ഫാക്ടർ കോസ്റ്റ് ആയിട്ട് ലാൻഡിന് കിട്ടുന്നത് റെന്റ് കിട്ടുന്നുണ്ട്, ലേബറിന് വേജ് കിട്ടുന്നുണ്ട് എന്നൊക്കെ മറ്റും നമ്മൾ കണ്ടിരുന്നു അല്ലെ. എന്റർപ്രണർക്ക് എന്തായിരുന്നു
കിട്ടിയിരുന്ന പ്രോഫിറ്റ് ആയിരുന്നു, ക്യാപിറ്റലിന് അതനുസരിച്ച് എന്താണ് പലിശ കിട്ടിയിരുന്നു അല്ലെ, ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നു, നമ്മൾ അതൊക്കെ കണ്ടിരുന്നു അല്ലെ. അപ്പൊ ഈ ഫാക്ടർ കോസ്റ്റുകളില്ലേ, ഇവയുടെ വിലയും എവിടെ നോക്കുന്നുണ്ട്, ഈ മൈക്രോ എക്കണോമിക്സിൽ നോക്കുന്നുണ്ട്. ഇവയുടെ പ്രൈസും മൈക്രോ എക്കണോമിക്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടെല്ലാമാണ് എന്ത് വിളിക്കുന്നത്, മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, ഡയറക്ട്ലി പഠിപ്പിച്ചിട്ടുണ്ടാവില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റിയേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതുമുള്ളത്. ഓക്കെ അല്ലേ, ഫൈൻ. ഇനി അടുത്തത് നോക്കൂ. അറ്റ് പ്രസന്റ് ഇന്ത്യ ഈസ് ഫോളോയിങ്. ഏത് ടൈപ്പാണ്, എന്താ പറയുക എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിന്റെ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഉണ്ട്. പെഗ്ഡ് എന്ന് വെച്ചാൽ എന്താണ് എന്നറിയാമോ? പെഗ്ഡ് എന്ന് വെച്ചാൽ ഇത് കൈൻഡ് ഓഫ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. പക്ഷെ എങ്ങനെയാണ്, ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയിലേക്ക് പെഗ്ഡ് ആണ്, എന്താണ് കൂട്ടിക്കെട്ടിയ പോലെയാണ്. മനസ്സിലായോ? ഇതിന്റെ റേറ്റ് ഇതിന്റെ വളർച്ച അനുസരിച്ചായിരിക്കും ഈ കറൻസിയുടെ വളർച്ച. എ ആണ് ഒരു കറൻസി, അത് എന്തിലേക്ക് പെഗ് ചെയ്യും അല്ലെങ്കിൽ കൂട്ടിക്കെട്ടും, ബി എന്ന കറൻസിയിലേക്ക് കൂട്ടിക്കെട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ബി, സി, ഡി ഇങ്ങനെ കുറച്ച് കറൻസികളുടെ നമ്മൾ കറൻസി ബാസ്ക്കറ്റുകൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസീസിന്റെ മൊത്തത്തിലുള്ളൊരു വാല്യൂയിലേക്ക് പെഗ് ചെയ്യും. അപ്പൊ ഇതിന്റെ മാറ്റം അനുസരിച്ച് ഇതിന്റെ സാധനം എന്ത് ചെയ്യും, മാറിക്കോളും. ബേസിക്കലി ഫിക്സഡ് ആണ്. എവിടെ ഫിക്സഡ് ആണ്? ഇങ്ങനെ ഒരു ഇതിലേക്ക്, ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലേക്കോ മറ്റൊരു കറൻസിയിലേക്കോ പെഗ്ഡ് ആണ്. അതിനെയാണ് എന്ത് പറയുന്നത്, പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. പക്ഷെ ഇന്ത്യ ഇപ്പൊ ഫോളോ ചെയ്യുന്നത് ഏതാണ്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ. ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്ത് റിജിഡ് ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് റേറ്റ് അല്ല ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. പകരം എങ്ങനത്തെയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്? ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആയിട്ട് എങ്ങനെ കൃത്യമായിട്ട് മാറിക്കൊള്ളും. പക്ഷെ ഈ അടുത്തൊരു എന്താ പറയുക ന്യൂസിലുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സിൽ വേണമെങ്കിൽ ചോദ്യം വന്നേക്കാവുന്ന രീതിയിൽ പറയുന്നു. എന്താ പറയുക, കറൻസി മാനിപ്പുലേറ്റർ എന്നൊരു ലിസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏത് രാജ്യത്തിനെ കൂടി ഈ അടുത്ത് ഉൾപ്പെടുത്തി, നമ്മളുടെ രാജ്യമായ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങാനും ഒരു ലിസ്റ്റ് വന്നിട്ട് ഇതിൽ കറൻസി മാനിപ്പുലേറ്റർ എന്ന രീതിയിൽ എന്താ പറയുക ഉള്ള രാജ്യം ഏതെന്ന് ചോദിച്ചിട്ട് ഇന്ത്യ കണ്ടാൽ ഇന്ത്യ അതിലില്ല എന്ന് വിചാരിക്കേണ്ട. ഈ അടുത്ത് USA ഇറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയും കറൻസി മാനിപ്പുലേറ്റർ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിക്സ് റെപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റെപ്പോ റേറ്റ്? വളരെ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും ഒക്കെ എവിടെയാണ് വരുന്നത്, നമ്മൾ എവിടെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യത്തെ തുടക്കത്തിൽ എന്താ പറയുക മണി മാർക്കറ്റൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ തന്നെ നമ്മൾ RBIയുടെ ഫംഗ്ഷൻസ് പഠിച്ചിരുന്നു അല്ലെ. RBIയുടെ ഫംഗ്ഷൻസിൽ എന്ത് നമ്മൾ കണ്ടിരുന്നു, അവരെന്തെല്ലാമാണ് നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും ഒക്കെ നിശ്ചയിക്കുന്നത് RBI ആണ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. മണി മാർക്കറ്റ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? RBI ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അതാണ് സെബി അല്ലെ. ഫൈനാൻസ് മിനിസ്ട്രിയും സെൻട്രൽ ക്യാബിനറ്റും ഒക്കെ എവിടെ ഈ റെപ്പോ റേറ്റിലോ റിവേഴ്സ് റെപ്പോ റേറ്റിലോ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മളത് വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലെ. RBIയുടെ റെപ്പോ റേറ്റ് റിവേഴ്സ് റെപ്പോ റേറ്റ് മാത്രമാണോ? അല്ല, എന്തൊക്കെയുണ്ടായിരുന്നു? ബാങ്ക് റേറ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ. ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ എന്താണ് വേരിയബിൾ റിസർവ് റേഷ്യോ കൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വേരിയബിൾ റിസർവ് റേഷ്യോ എന്തൊക്കെയാണ് വരിക? ക്യാഷ് റിസർവ് റേഷ്യോ, CRR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പല രീതിയിൽ പലപ്പോഴായിട്ട് ഓരോ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതുമാണ് അല്ലെ. അതെല്ലാം ഉൾപ്പെടുത്തുന്നില്ല. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതെല്ലാം കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്കൗണ്ട് റേറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അവിടെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെപ്പോ റേറ്റോ റിവേഴ്സ് റെപ്പോ റേറ്റോ ഒക്കെ എങ്ങനെയാണ്, ആരാണ് തീരുമാനിക്കുന്നത്? RBI ആണ് തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. ഈ റേറ്റ് അനുസരിച്ച് മറ്റുള്ള റേറ്റുകളെല്ലാം എങ്ങനെയാണ് മാറുന്നത് എന്നും എങ്ങനെയാണ് എന്തിനെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇതിനെ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ സമയത്ത് ഓർക്കുക. റെപ്പോ റേറ്റ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, റിവേഴ്സ് റെപ്പോ റേറ്റ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ, അപ്പോൾ മണി സപ്ലൈ അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നെല്ലാം, മണി സപ്ലൈ ഇൻഫ്ലേഷനെ എങ്ങനെയാണ് ബാധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പോൾ എന്തോർക്കുക, റിവേഴ്സ് റെപ്പോ റേറ്റ് തുടങ്ങിയവ ആരാണ് ഫിക്സ് ചെയ്യുന്നത്? RBI ആണ് അല്ലെ. ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ എക്സ്ചേഞ്ച് ഓഫ് കൊമോഡിറ്റീസ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഈസ് റെഫേർഡ് ആസ്. ടു കൺട്രീസ്, ടു ശ്രദ്ധിക്കുക.
എന്താണ് കൊമോഡിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യണം ആര് തമ്മിൽ? രണ്ട് കൺട്രീസിന്റെ ഇടയിൽ. രണ്ട് കൺട്രീസിന്റെ ഇടയിൽ നടക്കുന്ന ഇത്തരം കൈമാറ്റങ്ങളുടെ പേരാണ് എന്ത്? ബൈലാറ്ററൽ ട്രേഡ് അല്ലേ? ബാലൻസ് ഓഫ് ട്രേഡ് നമ്മൾ എന്താണ് കൃത്യമായി കണ്ടിരുന്നു അല്ലേ? ബാലൻസ് ഓഫ് ട്രേഡ് അവസാനത്തെ ഒരു നെറ്റ് എമൗണ്ട് ആയിട്ടാണ് വരുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സ്റ്റേണൽ ട്രേഡിന്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. ബാലൻസ് ഓഫ് ട്രേഡ് ഓർമ്മയില്ല? ബാലൻസ് ഓഫ് ട്രേഡ് കണ്ടിട്ട് അതിന്റെ കൂടെ എന്തുകൂടി വരും? ഇൻവിസിബിൾസ് ഒക്കെ കൂടി വരുന്നിട്ടാണ് എന്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്? കറണ്ട് അക്കൗണ്ടിന്റെ ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി നമ്മൾ എത്തിയിരുന്നത് അല്ലെ? അപ്പൊ ഇതല്ല ബൈലാറ്ററൽ ട്രേഡ്, രണ്ട് കൺട്രീസിന്റെ ഇടയിൽ. ബൈലാറ്ററൽ ലോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ബൈ എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക. ബൈലാറ്ററൽ ട്രേഡ് രണ്ട് കൺട്രീസിന്റെ ഇടയിലുള്ളതാണ്. മൾട്ടിലാറ്ററൽ ആണോ രണ്ട് കൺട്രീസിന്റെ ഇടയിൽ? അല്ല, അത് രണ്ടിൽ കൂടുതലാവുമ്പോഴാണ് മൾട്ടിലാറ്ററൽ വരുന്നത് അല്ലെ? വോളിയൂം ഓഫ് ട്രേഡ് എന്താണ്? അതാണോ? അല്ല, എത്രത്തോളം പോയി എന്നുള്ളതിന്റെ അളവാണ് വോളിയൂം ഓഫ് ട്രേഡ് ആയിട്ട് വരുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഈസ് റെഫേർഡ് ആസ് ബൈലാറ്ററൽ ട്രേഡ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫൈൻ അല്ലേ? ഓക്കെ, ഇനി നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ യൂണിഫോം GST റേറ്റ് ദാറ്റ് ഹാസ് ബീൻ ഫിക്സഡ് അപ്പ് ഫോർ ലോട്ടറി പ്രൈസസ് ബൈ ദ GST കൗൺസിൽ? അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ ബ്രാക്കറ്റിലെ ഏത് കൊല്ലത്തെയാണ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇത് 2019 നമ്മൾ 2010 തുടങ്ങിയത്. ഇടയ്ക്ക് ഇപ്പോൾ എന്ത് വിചാരിച്ചു, കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന രീതി കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് 2019 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യും, വേറെ ചില കൊല്ലങ്ങളുടെയും കയറി വരുന്ന ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നോക്കിയാൽ നമുക്ക് ആ കൊല്ലം മനസ്സിലാവാം. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ഉണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ ബ്രാക്കറ്റിലൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ഏതാണ്ട് ട്രെൻഡ് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നാലോ എന്ന് വിചാരിച്ച ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു എന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് ദ യൂണിഫോം GST റേറ്റ് ദാറ്റ് ഹാസ് ബീൻ ഫിക്സഡ് അപ്പ് ഫോർ ലോട്ടറി പ്രൈസസ്? നിങ്ങൾക്കറിയാം GST കൗൺസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? GST കൗൺസിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, ആരാണത് ഹെഡ് ചെയ്യുന്നത് അല്ലെ? ഫൈനാൻസ് മിനിസ്റ്ററാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിരുന്നു. GST കൗൺസിൽ എന്ത് തീരുമാനിക്കും? ഈ റേറ്റുകൾ കൃത്യമായി തീരുമാനിക്കും. അവരെന്തെല്ലാമാണ് അവരുടെ ജോലി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ലോട്ടറി പ്രൈസസിന്റെ റേറ്റ് എന്താണ് എന്നാണ് കഴിഞ്ഞ കൊല്ലം ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഡയറക്ട്ലി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, ഡയറക്ട്ലി പറഞ്ഞു തന്നിട്ടില്ല അല്ലെ? ലോട്ടറി പ്രൈസസിന് ഇത്രയാണെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ തന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഏതൊക്കെ റേറ്റ് ആണെന്ന് പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഏതാണ്ട് ബേസിക് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ട് തിൻ ഗുഡ്സോ അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് ആണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോട്ടറി അടിക്കുന്നതിനെ ബേസിക് ലോജിക് അനുസരിച്ച് അവർ എവിടെ ഉൾപ്പെടുത്തുള്ളൂ? ഒരു ലക്ഷറി ആയിട്ടല്ലേ അവർ ഉൾപ്പെടുത്തുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അതിന്റെ സ്ലാബ്? ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 28% സ്ലാബിൽ തന്നെയായിരിക്കും അത് വരിക അല്ലെ? ലോട്ടറി അടിച്ച ഒരാളുടെ അടുത്ത് എന്ത് ചെയ്യും? ഒരു എന്താ പറയുക, ടാക്സ് എന്നുള്ള രീതിയിൽ മാക്സിമം എടുക്കാനല്ലേ ആരും ശ്രമിക്കുള്ളൂ? ഗവൺമെന്റ് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോട്ടറി പ്രൈസസ് എങ്ങനെയാണ്? 28%. നമ്മൾ GST ചർച്ച ചെയ്ത സമയത്തെ ആ കൺസെപ്റ്റുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കുക. കാരണം ഇവർക്ക് എന്ത് വേണമെങ്കിൽ എക്കണോമിക്സ് എന്ന് ചോദിക്കാം അല്ലേ? നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന കാര്യങ്ങളെ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്? ഇത് ഈ പല സ്ഥലത്തും ഞങ്ങൾ 100 ചോദ്യം തന്നിട്ട് ഈ 100 ചോദ്യത്തിനുള്ളിൽ എന്തായാലും വന്നിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. 100 ചോദ്യത്തിനുള്ളിൽ ഭാഗ്യത്തിൽ ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ വന്നേക്കാം. പക്ഷെ കൺസെപ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 10 ക്വസ്റ്റ്യനിൽ മാത്രം നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട, 100-ൽ 100 ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇത് പഠിപ്പിച്ച് വന്നിട്ടില്ലല്ലോ എന്ന് പേടിക്കാതെ എന്താണ് അതിൽ അവർ ചോദിക്കുന്നത്, ചില വാക്കുകളിൽ നിന്ന് കിട്ടും. നേരത്തെ കണ്ടില്ല, ടു എന്നുള്ളൊരു വാക്ക് നോക്കിയപ്പോൾ കഴിഞ്ഞ എൻ്റെ ആൻസർ കിട്ടുമായിരുന്നു. നമുക്ക് ചില എന്താ പറയുക കീ വാക്കുകൾ, കീ വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പോവല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്? ഫൈൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? ദ ടേം മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് വേർ കോയിൻഡ് ബൈ. നമ്മളിത് കണ്ടിരുന്നു അല്ലേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എന്താണ് ഇത് ആരാണെന്ന് നമ്മൾ അത് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ് കണ്ടിരുന്നു. JM കെയ്ൻസ്. കെയ്ൻസ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കെയ്ൻസ്. പല വിധത്തിലുള്ള തിയറീസും ഇതുപോലത്തെ വേർഡിങ്സ് ഒക്കെ കോയിൻ ചെയ്ത ഒരാൾ കൂടിയാണ് JM കെയ്ൻസ്. അപ്പോൾ നമ്മളത് കണ്ടിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി നോക്കൂ, അടുത്തത് എന്താണ്? ഡ്യൂറിങ് പീരിയഡ്സ് ഓഫ് ഇൻഫ്ലേഷൻ ടാക്സ് റേറ്റ്സ് ഷുഡ്. ഇതൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ആണ്. എന്താ കാരണം അറിയും? ഇതിന്റെ ആൻസർ തന്നിരിക്കുന്നത് ഇൻക്രീസ് എന്നാണ്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇൻഫ്ലേഷൻ എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പ്രൈസ് കൂടുകയാണ്, സാധനങ്ങളുടെ വില എന്ത് ചെയ്യുകയാണ്? വളരെയധികം കൂടുന്ന
ഒരു രീതിയല്ലേ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? അത് നിങ്ങൾക്കറിയാം അല്ലേ? അതിന് എന്താണ് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് മണി സപ്ലൈ കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാറുള്ളത്. അതായത് ബേസിക്കലി മണി സപ്ലൈ എന്നത് ആളുകളുടെ കയ്യിൽ, പബ്ലിക്കിന്റെ അടുത്ത് പണമുണ്ട്, മണി സപ്ലൈ കൂടുന്നു. മണി സപ്ലൈ ആളുകളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? അവർ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന്, താങ്കളുടെ കയ്യിലും പൈസ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും? എനിക്കും എന്ത് വേണം? ആ ചെരുപ്പ് വേണം, താങ്കൾക്കും ആ ചെരുപ്പ് വേണം. നമ്മൾ എവിടെ പോയി, അല്ലെങ്കിൽ മൊബൈൽ ആമസോണിൽ കയറി നമ്മൾ പറഞ്ഞു എന്താണ്, എനിക്കും എന്താ പുതിയതായിട്ട് ഇറങ്ങിയ എന്താ പറയുക റിയൽമിയുടെ അല്ലെങ്കിൽ ഏതാച്ചും ഒരു ഫോൺ വേണം, നിങ്ങൾക്കും ഫോൺ വേണം. എന്താ ഈ ഡിമാൻഡ് കൂടി? കാരണം എൻ്റെ കയ്യിലും താങ്കളുടെ കയ്യിലും മണി സപ്ലൈ ഉണ്ട്, നല്ല രീതിയിൽ പണമുണ്ട്, നമ്മൾ രണ്ടുപേരും ഡിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോൺ കയ്യിലുള്ള ആൾ എന്ത് പറയും? അയാളുടെ വില കൂട്ടും. കാരണം രണ്ട് ആവശ്യക്കാരല്ല ഒരേ സാധനത്തിന്. ഇതെന്തിലേക്ക് നയിക്കും? സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. ഈ മണി സപ്ലൈ കൂടും എന്നുള്ള കൺസെപ്റ്റ് നമ്മളൊന്ന് ആലോചിക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ ഡ്യൂറിങ് ദ പീരിയഡ്സ് ഓഫ് ഇൻഫ്ലേഷൻ ടാക്സ് റേറ്റ് അവർ എന്ത് ചെയ്യും? കൂട്ടും അല്ലെ? ടാക്സ് റേറ്റ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആളുകളുടെ കയ്യിൽ ഇൻകം ഉണ്ടാവുമല്ലോ, ഇൻകം താഴത്തേക്ക് വരും. എപ്പോഴാണ് മണി സപ്ലൈ കൂടുന്നത്? ആളുകളുടെ കയ്യിൽ വെറും ഇൻകം അല്ല, ഡിസ്പോസബിൾ ഇൻകം, നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഡിസ്പോസബിൾ ഇൻകം, ചെലവാക്കാനോ സേവ് ചെയ്യാനൊക്കെ ഉള്ള ഇൻകം, ബാക്കിയാവുന്ന ടാക്സ് ഒക്കെ അടച്ച ശേഷമുള്ള ഇൻകമിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. നമ്മളത് കണ്ടിരുന്നു അല്ലെ? ഡിസ്പോസബിൾ ഇൻകം എന്താണ്? നമ്മൾ നാഷണൽ ഇൻകമിന്റെ കാൽക്കുലേഷനിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഡിസ്പോസബിൾ ഇൻകം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സേഷൻ കൂട്ടണം. ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വന്നാൽ ഈ എന്താ പറയുക, ഇൻകമിൽ നിന്ന് അത്ര കൂടി പണം എന്ത് ചെയ്യും? ടാക്സ് ആയിട്ട് പോവും. അപ്പൊ ആളുകളുടെ കയ്യിൽ, പബ്ലിക്കിന്റെ കയ്യിലുള്ള പണം എന്താവും? ഈ മണി സപ്ലൈ കുറഞ്ഞോളും. മണി സപ്ലൈ കൂടിയാലല്ല ഇൻഫ്ലേഷൻ കാരണമാവുക. മണി സപ്ലൈ കുറയ്ക്കാനുള്ള ഈ സ്റ്റെപ്പ് എടുത്താൽ എന്ത് സംഭവിച്ചുകൊള്ളും? ഇൻഫ്ലേഷൻ തനിയെ പതുക്കെ കൺട്രോളിലേക്ക് വന്നുകൊള്ളും. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ വെറുതെ എന്താ പറയുന്നത്, ടാക്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഇൻകം എന്താണ്? ഇൻകമിന്റെ മുകളിലുള്ള ടാക്സ് എന്താണ്? അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ് അല്ലെ? അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ ഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യുക? കൂട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഡയറക്റ്റ് ടാക്സിന്റെ മുകളിൽ ഇൻകം ഒരു ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണല്ലോ. അപ്പൊ ഇൻകമിന്റെ മുകളിൽ ഈ ഒരു ടാക്സേഷൻ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കയ്യിലുള്ള ഇൻകമിൽ നിന്ന് അയാൾക്ക് കുറെ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ കയ്യിലുള്ള പൈസ കുറഞ്ഞു. ഇത് പബ്ലിക്കിന് എല്ലാവർക്കും ഇതുപോലെ ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ? ടാക്സ് കൊടുക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള ഇൻകം കുറഞ്ഞു. അപ്പൊ മണി സപ്ലൈ കുറഞ്ഞു. മണി സപ്ലൈ കുറയുന്ന സമയത്ത് ആളുകളുടെ കയ്യിൽ പണമില്ല. അപ്പൊ എന്ത് ചെയ്യും? ആളുകൾ ഇതുപോലെ പോയിട്ട് എല്ലാം വാങ്ങുമോ? കയ്യിൽ പൈസ കുറഞ്ഞാൽ ഇപ്പൊ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞാൽ സാധനങ്ങളുടെ വില എന്ത് ചെയ്യും? സാധനങ്ങളുടെ വിലയും താഴത്തേക്ക് വരും അല്ലെ? നമ്മൾ ഡിമാൻഡ് സപ്ലൈയുടെ കാര്യം ഇവിടെ പണ്ട് ചർച്ച ചെയ്ത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? ടാക്സ് വർദ്ധിപ്പിച്ചാൽ മതി. ഏതിന്റെ കേസിൽ? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ക്വസ്റ്റിൽ നിന്ന്. ഡയറക്റ്റ് ടാക്സ് അല്ലെ? ഡയറക്റ്റ് ടാക്സിന്റെ എന്ത് ചെയ്താൽ മതി? അത് കുറയ്ക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്താൽ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചുകൊള്ളും? ആളുകളുടെ കയ്യിലുള്ള പണം കുറഞ്ഞുകൊള്ളും. ഇനി ഇൻഡയറക്റ്റ് ടാക്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻഡയറക്റ്റ് ടാക്സുകൾ ഏത് രീതിയിലേക്കാണ് കിട്ടുക? ഒരു പ്രധാനമായിട്ട് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുന്ന രീതി പ്രൊഡക്ട്സിൽ അല്ലെ? അതായത് നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു, ഒരു പാക്കറ്റ് ഉണ്ട്, എന്താ പറയുക, അപ്പോൾ ഒരു സേമിയ വാങ്ങാൻ പോവാണ്. സേമിയയുടെ പാക്കറ്റിന്റെ മുകളിൽ എന്ത് ഉണ്ടാവും? അതൊരു ടാക്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് വളർത്തുന്നത് അല്ലെ? അതെന്താണ്? അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലെ? നിങ്ങൾക്ക് അറിയാം അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന്. അപ്പോൾ ഈ ടാക്സ് സിംപ്ലി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സും കൂടി എന്ന് വിചാരിക്കും. ഇതിന്റെ മുകളിലുള്ള ഇൻഡയറക്റ്റ് ടാക്സും കൂടിക്കഴിഞ്ഞാൽ ഓൾറെഡി വില കൂടിയ സാധനത്തിന് എന്ത് ചെയ്യും? പിന്നെയും വില കൂടും. അത് പിന്നെയും ഇൻഫ്ലേഷനിലേക്കാണ് എത്തുക. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആക്ച്വലി ഇത് ഡയറക്റ്റ് ടാക്സ് എന്ന് കൂടി കൃത്യമായി പറഞ്ഞിരുന്നെങ്കിൽ എന്താക്കാമായിരുന്നു? നമുക്ക് ഉറപ്പിച്ചിട്ട് ഇൻക്രീസ് ചെയ്താൽ മതി. ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ അതങ്ങോട്ട് കൂട്ടിയാൽ മതി, എന്തായിക്കോളും? ഇൻഫ്ലേഷൻ കൺട്രോളിലായിക്കോളും എന്ന് പറയാം. പക്ഷെ ഇവിടെ ജനറലി ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു രീതി തന്നെയാണ്. അവർ ടാക്സ് അങ്ങോട്ട് കൂട്ടുക എന്ന് ഉദ്ദേശിക്കുന്നതിലൂടെ എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സിന് വിചാരിക്കൂ, ഈ സാധനങ്ങളുടെ വില കൂടുന്നുണ്ട് എങ്കിൽ കൂടി ടാക്സ് കൂടിയാൽ എന്ത് ചെയ്യും? അപ്പോഴും ജനങ്ങൾക്ക് കൂടുതൽ പണം കൊടുക്കേണ്ടി വരും അല്ലെ? ഈ സാധനം വാങ്ങാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. കൂടുതൽ പണം കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നാൽ ആളുകൾ എന്ത് ചെയ്തോളും? സ്വാഭാവികമായിട്ടും അവർ ഡിമാൻഡ് കുറഞ്ഞോളും, കൺസംഷൻ കുറഞ്ഞോളും. ആളുകൾ കുറവ് കൺസംഷൻ നടത്തിയാൽ എന്ത് ചെയ്യും? സാധനങ്ങളുടെ വില താഴത്തേക്ക് വരും അല്ലെ? ഉള്ളി വളരെ വലിയ വിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അതാണല്ലോ ഇൻഫ്ലേഷൻ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്? ആളുകൾക്ക് എന്ത് ചെയ്യുക? അത്ര വില കൊടുത്തിട്ട് ഉള്ളി വാങ്ങാൻ അവർക്ക് താല്പര്യമില്ല. അവരെന്ത് ചെയ്യുകയാണ്? ഒരു ഉള്ളി ഇട്ടുണ്ടായിരുന്ന 2 ഉള്ളി കറിയിൽ ഇട്ടുണ്ടായിരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുകയാണ്? അത് ഒരു ഉള്ളിയിലേക്ക് കുറച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്യാൻ? ഈ വാങ്ങുന്നത് കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് കുറയാൻ തുടങ്ങി. ഉള്ളി കച്ചവടക്കാർക്ക് പിന്നെ ലാഭം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഉള്ളിയുടെ വില കുറച്ചൊന്ന്
കുറച്ച് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, കൺട്രോളിലേക്ക് വരും. അത് തന്നെയായിരിക്കും ബേസിക്കലി ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇൻഡയറക്ട് ടാക്സ് എന്നുള്ള രീതിയിലാണെങ്കിലും. ജനറലി അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൂടി വരാറുണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ SSCയുടെ രീതിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഡ്യൂറിങ് ദ പീരിയഡ്സ് ഓഫ് ഇൻഫ്ലേഷൻ ടാക്സ് റേറ്റ്സ് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഓർക്കുക. ടാക്സ് റേറ്റ് എന്ത് ചെയ്യും, അവരെ വർദ്ധിപ്പിക്കും. ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആളുകളുടെ കയ്യിൽ ചിലവാക്കാനുള്ള പൈസ കുറയും അല്ലേ, കാരണം ടാക്സ് ആയിട്ട് അവർക്ക് പണം കൂടുതൽ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ കയ്യിലുള്ള പണം, മണി സപ്ലൈ കുറയുകയാണ് അപ്പൊ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചോളും, ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത് കുറഞ്ഞോളും. ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത് കുറഞ്ഞാൽ കച്ചവടക്കാരെന്ത് ചെയ്യും, സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ട് വാങ്ങിക്കോളാൻ പറയും. അപ്പൊ കുറഞ്ഞ വിലയിലേക്ക് അത് എത്തിക്കോളും, ഇൻഫ്ലേഷൻ കൺട്രോളിൽ ആയിക്കോളും. കൃത്യമല്ലേ? ഇപ്പൊ ഇൻഫ്ലേഷൻ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ കൺസെപ്റ്റുകൾ തന്നെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ബേസിക്കലി എന്താണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പലതും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനും ശരിയാക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നോക്കൂ. ഇൻ ഡാഷ് എക്കണോമീസ് ഒരു ഫില്ല് ചെയ്യണം. ഓൾ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇതും 2019 വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 2019 SSCയിൽ വന്ന CGLന്റെ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടയർ 1 വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അത് ഏതാണ് നിങ്ങൾക്ക് അറിയാം, സോഷ്യലിസ്റ്റ് ടൈപ്പ് ആണ്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അത് കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും അവരുടെയൊക്കെ ഒരു തിയറിയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരുടെ കയ്യിൽ വേണം, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരുടെ കയ്യിലായിരിക്കണമെന്നാണ് അവരുടെ ഒരു തിയറി ഉണ്ടായിരുന്നത്. അത് ജനങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ കയ്യിലായിരിക്കണം എന്ത്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതേ ഒരു കൺസെപ്റ്റാണ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്നതിലേക്ക് അത് വളർന്നത്. അപ്പോൾ ഓൾ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആരായിരിക്കണം, ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണം. വർക്കേഴ്സ് എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് അത് എന്താക്കി മാറ്റി, ഗവൺമെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആക്കി മാറ്റി. ഗവൺമെന്റ് ആരുടേതാണ്, ജനങ്ങളുടേത് തന്നെയാണ്. വർക്കേഴ്സിന്റെ എന്തിനു വേണ്ടിയിട്ട്, വെൽഫെയറിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന കൺസെപ്റ്റിൽ നിന്നാണ് എന്ത് വരുന്നത്, പ്രൊഡക്റ്റീവ് റിസോഴ്സസ് എല്ലാം ഗവൺമെന്റിന്റെ കയ്യിലാവണം. ഇത് ആരുടെ കയ്യിൽ പോകരുത്, പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരിക്കരുത് ഇത് നിശ്ചയിക്കേണ്ടത്. ഇപ്പൊ എന്തായിരിക്കും, സിംപ്ലി പ്രോഫിറ്റ് മാത്രമായിരിക്കും ആരുടെ ഉദ്ദേശം, ഇങ്ങനെയുള്ള പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്, ഒരു വെൽഫെയർ കമ്മ്യൂണിറ്റിയുടെ കൺസെപ്റ്റിലാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്ന് കരുതുകയും അത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ടൈപ്പിലാണ് എന്ത്, ഇത്തരത്തിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന വിധത്തിൽ പോകുന്നത്. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ടാക്സ് പേയിങ് സെക്ടർ ഇൻ ഇന്ത്യ? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏതായിരിക്കും? അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ടിവിറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ? അഗ്രികൾച്ചർ വളരെ അധികം ആളുകളെ, ഏതാണ്ട് 50% അടുത്ത് എന്താ പറയുക, ലേബർ ഫോഴ്സിനെ അഗ്രികൾച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് 14% മാത്രമേ എന്തുള്ളൂ, ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും ഇവരെ ടാക്സ് പേയിങ് കപ്പാസിറ്റി അവർക്ക് അത്ര ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ട്രാൻസ്പോർട്ട് സെക്ടർ നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ പറ്റും അല്ലെ? ഇൻഡസ്ട്രിയൽ സെക്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാങ്കിങ് സെക്ടർ ആയാലും ഏറ്റവും കൂടുതൽ ആരാണ് കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ടാക്സേഷൻ നടത്തുന്നത് തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടർ തന്നെയാണ്. മനസ്സിലായോ? ഇൻഡസ്ട്രിയൽ സെക്ടറാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ടാക്സേഷൻ നടത്തുന്നത് എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ദ എക്സസ് ഓഫ് പ്രൈസ് a person is to pay rather than forego the consumption of the commodity is called. അതായത് ഒരു സാധനം വാങ്ങണ്ട എന്ന് വെക്കാതെ എന്ത് ചെയ്യണം, ഒരാൾക്ക് ഒരു certain amount സാധനം എന്ത് ചെയ്യണം, കൂടുതൽ കൊടുത്തത് വാങ്ങേണ്ടി വരും. അയാൾക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അയാൾക്ക് എന്ത് ചെയ്യണം, ഒരു certain amount പ്രൈസ് എന്ത് ചെയ്യണം, അയാൾക്ക് കൂടുതൽ കൊടുത്തൊരു സാധനം വാങ്ങേണ്ടി വരികയാണ്. അപ്പൊ ആ ഒരു സർപ്ലസ് എവിടേക്കാണ് പോവുക, ആ ഒരു എന്താ പറയുക, ആ എക്സസ് പ്രൈസ് എന്തായിട്ടാണ് മാറുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അത് എന്താണ് വിളിക്കപ്പെടുന്നത്, അത് പ്രൊഡ്യൂസർ സർപ്ലസ് ആണ്. മനസ്സിലായോ? അതായത് ഒരു പ്രൊഡ്യൂസർ ഒരു സാധനം പ്രൊഡക്ഷൻ നടത്തി എത്തിച്ചു കഴിഞ്ഞു. ഇനി കൺസംഷന്റെ സമയത്ത് എന്ത് ചെയ്യുകയാണ്, അത് ഒരു certain amount ലാഭമല്ലേ അയാൾക്ക് അത് കിട്ടുന്നത്. പ്രൊഡ്യൂസറുടെ സർപ്ലസ്, പ്രൊഡ്യൂസറുടെ ലാഭം എന്താണ്, അവിടെ എത്തിയിട്ട് അതിനും എക്സസ് ആയിട്ടുള്ള ആ പ്രൈസ് ഒരാൾ കൺസ്യൂം ചെയ്യുന്ന ഒരാള്, വാങ്ങുന്ന ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്ന എക്സസ് പ്രൈസ് എന്തായിട്ടാണ് പോകുന്നത്, പ്രൊഡ്യൂസറുടെ സർപ്ലസ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ ആലോചിക്കുക. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, when there is an official change in the exchange rate of domestic currency,
ഇറ്റ് ഈസ് കോൾഡ്. നമ്മളിത് എവിടെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്? എക്സ്റ്റേണൽ സെക്ടർ എന്നുള്ള എന്താ പറയുക ഭാഗത്ത് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ. എക്സ്ചേഞ്ച് റേറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ പല രീതിയിൽ എക്സ്ചേഞ്ച് റേറ്റുകൾ മാറും. എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ? അതായത് ഇപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്താ? രണ്ട് കറൻസികൾ തമ്മിലുള്ള താരതമ്യമാണ്. ആ കറൻസികളുടെ പർച്ചേസിംഗ് പവർ അറിയുന്നതിന് വേണ്ടി കൂടി എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് $1 നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര ഇന്ത്യൻ റുപ്പി കൊടുക്കണം എന്നുള്ളതിന്റെ ബേസിക്കലി ഇതാണ് ഐഡിയ. ഞാൻ ഡോളർ വെച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ $1 ഈസ് ഈക്വൽ ടു എത്ര ഇന്ത്യൻ റുപ്പി. ഇതാണ് എന്ത്? എക്സ്ചേഞ്ച് റേറ്റ്. എത്ര ഇന്ത്യൻ റുപ്പി കൊടുത്താൽ നമുക്ക് $1 വാങ്ങാൻ പറ്റും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന്. ഇതാണ് എന്ത്? ബേസിക്കലി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. ഒന്നെന്താണ്? ഗവൺമെന്റ് മനഃപൂർവ്വം എന്ത് ചെയ്യും? അത് കൺട്രോൾ ചെയ്യും. മറ്റൊന്നെന്താണ്? മാർക്കറ്റ് അത് കൺട്രോൾ ചെയ്യും. അതായത് നാച്ചുറലി മാർക്കറ്റിൽ വരുന്ന ഒരു രാജ്യത്തിന്റെ പെർഫോമൻസ്, എക്കണോമിയുടെ പെർഫോമൻസ് അനുസരിച്ച് ആ കറൻസിക്ക് ഒരു വാല്യൂ ഉണ്ടാവുകയും അതനുസരിച്ച് കറൻസിയുടെ വാല്യൂ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുകയും ചെയ്യുന്നതാണ് മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ്. ചിലപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? നമ്മൾ കണ്ടിരുന്നു അല്ലെ, ചൈനയെ പോലെയൊക്കെ അവർ സ്ഥിരം ചെയ്യുന്നതാണ് എന്ത്? ഗവൺമെന്റ് അവരുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിന്, എക്സ്പോർട്ട് കൂടുതൽ വാല്യൂബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ റേറ്റ് ഡീവാല്യൂ ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ കാര്യം എവിടെയാണ് കൃത്യമായിട്ട് വരിക? എന്താണ് ഡീവാല്യുവേഷൻ, എങ്ങനെയാണ് ഡീവാല്യുവേഷൻ എക്സ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ക്ലാസ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗവൺമെന്റും ഇത് ചെയ്യും. ഗവൺമെന്റ് മനഃപൂർവ്വം എക്സ്ചേഞ്ച് റേറ്റ് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആയിട്ട് ഫ്രീ ആയിട്ട് തനിയെ എങ്ങനെയാണോ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ നടക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യാം? എക്സ്ചേഞ്ച് റേറ്റ് സ്വാഭാവികമായിട്ട് മാറാം അല്ലെ. സ്വാഭാവികമായിട്ടുള്ള ഇത്തരം മാറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്? സ്വാഭാവികമായിട്ട് ആ ഒരു വാല്യൂ മാറുന്നത് രണ്ട് രീതികളാണ്, അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും. എന്നാലല്ല ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ടുകൊണ്ട് എന്താ പറയുക, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത്? റീവാല്യുവേഷനും അതുപോലെ തന്നെ എന്താണ്? റീവാല്യുവേഷനും ഡീവാല്യുവേഷനും അല്ലെ. ഈ രണ്ട് രീതിയിലാണ് എന്ത് വരുന്നത്? ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. ഡിഫ്ലേഷൻ തീർച്ചയായിട്ടും എന്താണ്? ഇതിൽ വരുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ഇൻഫ്ലേഷൻ ഒക്കെ പഠിച്ച സമയത്ത് ഇൻഫ്ലേഷനൊപ്പം പഠിച്ചൊരു കാര്യമാണെന്ത്? ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ അവിടെ കണ്ടിരുന്നു. ഇവിടെ കറൻസി എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിൽ അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കൂ, ഒഫീഷ്യൽ ചേഞ്ച് ആണ്. ഈ ക്വസ്റ്റനിൽ ഒഫീഷ്യൽ എന്നുള്ള വാക്കാണ് കീ വേർഡ്. നമ്മൾ പറഞ്ഞില്ലേ ഒരു കീ വേർഡ് നിന്ന് നമുക്ക് മനസ്സിലാക്കാന്ന്. ഇവിടുത്തെ കീ വേർഡ് ഏതാണ്? ഇതാണ്. ഒഫീഷ്യൽ എന്നുള്ള വേർഡാണ് ഇവിടുത്തെ കീ വേർഡ് ആയിട്ട് വരുന്നത്. വെൻ ദർ ഈസ് ആൻ ഒഫീഷ്യൽ ചേഞ്ച്, ഒഫീഷ്യലി ഒരു ചേഞ്ച് വരുത്തുകയാണ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്. സ്വാഭാവികമായിട്ടുള്ള മാറ്റമല്ല. അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും എന്താണ്? സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ് അല്ലെ. അപ്രീസിയേഷൻ കറൻസിയുടെ വാല്യൂ കൂടുന്നു, ഡിപ്രീസിയേഷൻ കറൻസിയുടെ വാല്യൂ കുറയുന്നു. സ്വാഭാവികമായിട്ട് മാർക്കറ്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് തന്നെ. റീവാല്യുവേഷൻ എന്തായിട്ടാണ് വരുന്നത്? റീവാല്യുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് വേണമെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? കറൻസിയുടെ വാല്യൂ കുറയ്ക്കുകയാണ്. ചൈനയാണ് സ്ഥിരം ഇത് ചെയ്യുന്ന ഒരാളായിട്ട് അമേരിക്ക എപ്പോഴും കുറ്റപ്പെടുത്താറുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ എക്സ്പോർട്ട് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന, എക്സ്പോർട്ടിന്റെ വാല്യൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് എക്സ്പോർട്ട് വാല്യൂ ഡീവാല്യുവേഷൻ നടത്തുമ്പോൾ കൂടുക എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഒഫീഷ്യൽ ചേഞ്ച് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് വരുത്തുന്ന രീതികളിലൊന്ന് ഏതാണ്? റീവാല്യുവേഷൻ അല്ലെങ്കിൽ ഡീവാല്യുവേഷൻ എന്ന് നമുക്ക് മറ്റതിൽ പറയാൻ കിട്ടും അല്ലേ. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി നോക്കൂ, ഇൻഫ്ലേഷൻ റീഡിസ്ട്രിബ്യൂട്ട്സ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ ഫേവർ ഓഫ്. നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെയാണ് ഡെപ്റ്റ്, ഇൻഫ്ലേഷന്റെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഭാഗം കണ്ടിരുന്നു. എങ്ങനെയാണ് ഡെപ്റ്റേഴ്സിനെ, കടം വാങ്ങുന്ന ആൾക്കാണോ അതോ ക്രെഡിറ്റ് കൊടുക്കുന്ന ആൾക്കാണോ ലാഭം എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ എന്താ പറയുക, 4 ഹെഡിന്റെ അടിയിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരുന്നു? ഇവ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ, ഇനി അതൊന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കേട്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിലും ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും. പെൻഷനേഴ്സ് ഉണ്ട്, പുവർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മിഡിൽ ക്ലാസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൻഫ്ലേഷൻ എന്താണ്? ബേസിക്കലി സാധനങ്ങളുടെ വില ഭയങ്കരമായി കൂടുകയാണ് അല്ലെ. നോക്കൂ, പെൻഷനേഴ്സിന് എങ്ങനെയായിരിക്കും? അവർക്കൊരു ഫിക്സഡ് പെൻഷൻ ആയിരിക്കും അല്ലെ. അതായത് ഇപ്പോൾ 1500 രൂപ പെൻഷനുള്ള ഒരാൾക്കാണ് എന്ന് വിചാരിക്കൂ. അയാൾക്ക് എന്തായിരിക്കും? ജനുവരിയിലും ഫെബ്രുവരിയിലും ഓഗസ്റ്റിലും ഏത് മാസത്തിലായാലും ഈ 1500 രൂപ പെൻഷൻ റിവൈസൽ വരുന്നവർ 1500 രൂപയുടെ പെൻഷൻ തന്നെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അല്ലെ. പക്ഷെ ഇൻഫ്ലേഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സാധനങ്ങളുടെ വില കൂടി അല്ലെ. അപ്പൊ ഇയാൾക്ക് ലാഭം ഉണ്ടാവുമോ? ഇല്ല. ഇയാൾക്ക്
തീർച്ചയായിട്ടും നഷ്ടമേ ഉണ്ടാവുള്ളൂ അല്ലേ. അയാൾക്ക് ഈ 1500 രൂപ വെച്ച് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി പുവർ ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കില്ല? ഇൻഫ്ലേഷന്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമോ? മിഡിൽ ക്ലാസ്സിന് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഇൻഫ്ലേഷന്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു ആർക്കാണ്? പ്രൊഡ്യൂസർക്ക്. അതുപോലെ തന്നെ അവിടെ നമ്മൾ കണ്ടിരുന്നു ആരാണ്? ഡെപ്റ്റ് എടുക്കുന്ന ആൾക്ക്, അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് കടം എടുത്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ആളാവാം, എന്തായാലും ഡെപ്റ്റർക്ക്. നമ്മളൊരു എന്താ പറയുക, ഒരു സാധനം വാങ്ങിയിട്ട് വിൽക്കുന്ന ഒരു ഉദാഹരണമൊക്കെ അവിടെ കണ്ടിരുന്നു. ഈ രീതിയിൽ ആർക്കാണ്? അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്, ബോണ്ട് ഓണേഴ്സിനല്ല, ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? ലാഭം ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അവിടെ അല്ലെ. അപ്പൊ ഈ രീതിയിൽ ഇവർക്കൊക്കെയാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു ലാഭം അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് കൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവുന്നത് ഇവർക്കെല്ലാമാണ് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇത് ഡി ഓപ്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി നോക്കൂ, ദ പർച്ചേസ് ഓഫ് ഷെയർസ് ആൻഡ് ബോണ്ട്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ബൈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈസ് കോൾഡ്. എന്താണ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, FII എന്ന് വെച്ച് നമ്മൾ കണ്ടിരുന്നു അല്ലേ. അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല. പോർട്ട്ഫോളിയോ ആണോ? അതുമല്ല വരുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത് ഉൾപ്പെടുത്തുന്നത്? നോക്കൂ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ഈ ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ തന്നെയാണ് എന്ത് വരുന്നത്? പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും വരുന്നത്. ആ ഹെഡിനടിയിലാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും വരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് പർച്ചേസ് ഓഫ് ഷെയർസും അതുപോലെ തന്നെ ഏതാണ്? ബോണ്ടുകളും രണ്ടും വരുന്നുണ്ട്. ഷെയറുകളാവട്ടെ ബോണ്ടുകളാവട്ടെ രണ്ടും ഓഫ് ഇന്ത്യൻ കമ്പനീസ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഷെയറുകളും ബോണ്ടുകളും രണ്ടും വാങ്ങുന്നത് എവിടെയാണ്? അത് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള വലിയൊരു ഹെഡിനടിയിലാണ് ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നത്. പോർട്ട്ഫോളിയോ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഇത് കവർ ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇനി നോക്കൂ, FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം. നമ്മളിത് രണ്ട് പട്ടികയായിട്ട് തന്നെ എന്ത് ചെയ്തിരുന്നു? അത് പഠിച്ചിരുന്നു അല്ലെ. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ എന്താണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പട്ടിക ഓർത്ത് വെക്കുക. പല ഇയറിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഡിഫറൻസിന്റെ ബേസിസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബേസിക്കലി എന്താണ്? അത് ലോങ് ടേം ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അത് ഷോർട്ട് ടേം ആണ്. എന്ത് ചെയ്യാം? അവർക്ക് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഹോട്ട് മണി എന്നൊക്കെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ് അതിന് കാരണം ഉണ്ടായിരുന്നത്? ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ എന്ത് ചെയ്യും? ഷോർട്ട് ടേം ആയതുകൊണ്ട് ഇത് ആളുകൾ പിൻവലിച്ചിട്ട് നല്ല കൂടുതൽ എന്താ പറയുക സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് ഫ്ലൈ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയല്ല, ലോങ് ടേം ആണ്, പെട്ടെന്ന് പിൻവലിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന കാര്യവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളിവിടെ ഓർക്കുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. We very frequently read about special economic zones, SEZ, in newspapers. These special economic zones were established with which of the following objectives? ഈ താഴെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിൽ ഏത് ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? ടു അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ട്ലി. രണ്ടാമത്തേത് ഏതാണ്? ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഫ്രം ഡയറക്ട് കോമ്പറ്റീഷൻ ഫ്രം മൾട്ടിനാഷണൽസ്. മൂന്നാമത്തേത് ഏതാണ്? ടു പ്രൊവൈഡ് മോർ ക്യാപിറ്റൽ ടു അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. ഊഹിക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? എ ആണ് ആൻസർ. എ മാത്രമാണ് ആൻസർ. എന്തുകൊണ്ടാണ്? ടു അട്രാക്ട് ഫോറിൻ. നിങ്ങൾക്ക് അതിന്റെ ഡെഫിനേഷൻ, സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ ഡെഫിനേഷനിൽ തന്നെ പറയുന്നുണ്ട്. പ്രധാന ഉദ്ദേശം എന്താണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ട്ലി FDI പോലെയൊക്കെയുള്ള എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ്സ് അട്രാക്ട് ചെയ്യലാണ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുശേഷം ബിസിനസ് കുറച്ചുകൂടി ഈസി ആക്കുക, എന്താ പറയുക, ബാക്കി എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പക്ഷെ ഇവ ഈ ബിസിനസ് ഈസി ആക്കി കൊടുക്കലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വർദ്ധിപ്പിക്കലും ബാക്കിയുള്ള പുറത്തുള്ള രാജ്യത്തിന്റെ മറ്റുള്ള സ്ഥലത്തെ നിയമങ്ങളല്ലാതെ അതിനേക്കാളും കുറച്ചുകൂടി വളരെ ഈസി ആയിട്ടുള്ള നിയമങ്ങൾ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കൊടുക്കുന്നത് എല്ലാം ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ്? ടു അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. അല്ലാതെ എന്താ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്, ഇതൊന്നും അല്ലാതെ എൻ്റെ ഉദ്ദേശം. അപ്പൊ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വായിച്ച് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിനാണോ സ്പെഷ്യൽ എക്കണോമിക് സോൺ? അല്ല, അതൊന്നും എൻ്റെ ഉദ്ദേശത്തിലില്ല. അഗ്രികൾച്ചറിലേക്ക് കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരാൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണോ? അല്ല. അഗ്രികൾച്ചറിന്റെ ആ ഭാഗത്ത് ആരൊക്കെയാണ് നബാർഡ് പോലെ ബാക്കിയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഉത്തരം എന്താണ്? സ്പെഷ്യൽ എക്കണോമിക് സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു അട്രാക്ട്
ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഡയറക്ട്ലി. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഇനി നോക്കൂ, 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്കണോമിക് പ്ലാനിങ് ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ്. നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററി ചർച്ച ചെയ്തിരുന്നു. പ്ലാനിങ് എന്ന ആ ഒരു എന്താ പറയുക ക്ലാസിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? അതിൻ്റെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കേട്ടത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്തുകൊണ്ട് ഇന്ത്യ 5 ഇയർ പ്ലാൻ എടുത്തു? നമ്മൾ 5 ഇയർ പ്ലാൻ എടുത്തത് എവിടെ നിന്നാണ്? പഴയ സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് അല്ലേ? സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഈ ഒരു സോവിയറ്റ് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള റഷ്യ അല്ലേ? അപ്പോൾ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റഷ്യ. അപ്പോൾ ഏത് എക്കണോമിയിലായിരിക്കും തീർച്ചയായിട്ടും പ്ലാനിങ് ഉണ്ടാവുക? സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലേ? അപ്പൊ പ്ലാൻഡ് ആയിട്ടുള്ള, അതായത് പ്ലാനിങ് എന്നതിന്റെ മറ്റൊരു അർത്ഥം എന്താണ്? പ്ലാനിങ് കമ്മീഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഇറ്റ് ഇസ് എ കൺട്രോൾ അല്ലേ? എന്താണ് പ്ലാനിങ് എന്നത്? തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്? ഒരു കൺട്രോൾ ആണ്. സെൻട്രൽ ഗവൺമെന്റിന് കൺട്രോൾ ആണ്. അവർ കൺട്രോൾ ചെയ്യുകയാണ് നിങ്ങൾ എങ്ങനെയാണ് വളരേണ്ടത്, ഈ രാജ്യത്തിന്റെ എക്കണോമി ഏത് രീതിയിലാണ് വളരേണ്ടത് എന്ന് ഞങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം? പറയാതെ പറയുകയാണ് ഈ പ്ലാനിങ് എന്നുള്ളൊരു പേരിലൂടെ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന എക്കണോമി ഏതായിരിക്കും? സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എക്കണോമിക് പ്ലാനിങ് ഈസ് എ എസെൻഷ്യൽ ഫീച്ചർ. നമുക്കും പ്ലാനിങ് ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ നമ്മൾ എങ്ങനത്തെ എക്കണോമിയാണ്? നമ്മൾ മിക്സഡ് എക്കണോമിയാണ് അല്ലെ? നമ്മളൊരു മിക്സഡ് എക്കണോമിയാണ്. അതുകൊണ്ടാണ് ഈ കീവേഡ് ശ്രദ്ധിക്കേണ്ടത്. എന്ത്? എസെൻഷ്യൽ. അതായത് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ എസെൻഷ്യൽ ഫീച്ചറാണ് എന്ത്? എക്കണോമിക് പ്ലാനിങ്. ഒരു മിക്സഡ് എക്കണോമി ചിലപ്പോൾ എങ്ങനെ പോയേക്കാം? എക്കണോമിക് പ്ലാനിങ്ങിൽ അത് മുന്നോട്ട് പോയേക്കാം. പക്ഷെ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും? ഒരു ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാവും. അത് ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? പ്ലാനിങ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. അപ്പൊ ഈ കീവേഡ് ശ്രദ്ധിക്കുക, ഓപ്ഷൻ തെറ്റിക്കാതിരിക്കുക. എസെൻഷ്യൽ ഫീച്ചർ ഏതിൻ്റെതാണ്? സോഷ്യലിസ്റ്റ് എക്കണോമിയുടേതാണെന്ന് മനസ്സിലാക്കുക. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എ ഫീച്ചർ ഓഫ് ഡാഷ് എക്കോണമി. നമ്മൾ നേരത്തെ സോഷ്യലിസ്റ്റ് എക്കോണമി കണ്ടപ്പോൾ അവിടെ അവസാനം പറഞ്ഞിരുന്നു പ്രൈവറ്റ് ഓണർഷിപ്പ് ഇല്ലാത്തതായിരുന്നു സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും പ്രൈവറ്റ് ഓണർഷിപ്പ് എന്താ പറയുക മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള എക്കണോമി ഏതായിരിക്കും? അതിന്റെ നേരെ വിപരീതമായ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആയിരിക്കും അല്ലെ? നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എന്താ പറയുക 1945 കൂടിയിട്ട് എന്ത് അവസാനിക്കുകയാണ്? 2ാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. 1917 റഷ്യൻ റവല്യൂഷന് ശേഷം എന്ത് ചെയ്യുകയാണ്? റഷ്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിട്ട് ഉയർന്നു വരികയാണ് അല്ലെ? സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് ആര് ഉയർന്നു വരികയാണ്? റഷ്യ USSR എന്ന പേരിൽ ഉയർന്നു വരികയാണ്. ഇവർ ഉയർന്നു വരുന്നതോട് കൂടിയിട്ട് എന്താവുകയാണ്? ക്യാപിറ്റലിസ്റ്റ് കൺട്രി, അതായത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്പ് ആവട്ടെ അല്ലെങ്കിൽ USA ആവട്ടെ, എന്ത് ചെയ്യുകയാണ്? ഇവരെന്ത് ചെയ്യുകയാണ്? ഇത്തരത്തിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഐഡിയാസിന്റെ അഗെയിൻസ്റ്റ് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ബോണ്ട്, ഒരു ബ്രദർഹുഡ് പോലെ ഉണ്ടാക്കുകയാണ്. ആരുടെ അഗെയിൻസ്റ്റ്? സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള റഷ്യയുടെ അഗെയിൻസ്റ്റ് അല്ലെ? 2ാം ലോക മഹായുദ്ധത്തിൽ ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു എങ്കിൽ പോലും അതിനുശേഷം ഒരു കോൾഡ് വാർ എന്ത് ചെയ്യുകയാണ്? സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 ബ്ലോക്ക് ആയിട്ട് ലോകം പിരിയുകയാണ്. എങ്ങനെയാണ്? ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് എന്നുള്ള രീതിയിലും കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് എന്നുള്ള രീതിയിലും. അതിന്റെ എക്കണോമിക് സ്റ്റൈല് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക തർക്കങ്ങളിൽ ഒന്നായിരുന്നു അല്ലെ? അതായത് ഇപ്പൊ ക്യൂബയുടെയോ ഇന്ത്യയുടെയൊക്കെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാഷണലൈസേഷൻ എന്നുള്ള രീതിയിൽ ബാങ്ക് നാഷണലൈസേഷനും മറ്റുമൊക്കെ നടന്നിട്ടുള്ളതിന്റെ പ്രധാന കാര്യങ്ങളിലൊന്ന് എന്താണ്? ഈ ഒരു തർക്കം. അതായത് അമേരിക്കയുമായിട്ട് നമുക്കൊരു ശക്തമായ ഒരു തർക്കം ഉണ്ടായ സമയങ്ങളിൽ ഒന്നിലാണ് ഇന്ദിരാഗാന്ധി വന്നിട്ട് ബാങ്ക് നാഷണലൈസേഷൻ വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നത്. അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയാണ്. അതായത് ഞങ്ങളെ വല്ലാതെ പുഷ് ചെയ്യാൻ നിന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ മറ്റേ എവിടേക്കാണ് ആ ഒരു എന്താ പറയുക സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ USSRന്റെ ക്യാമ്പിലേക്ക് ഞങ്ങൾ അടുക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടിയായിരുന്നു അതൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ചരിത്രം നിങ്ങൾ ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഈ എക്കണോമിക് ആയിട്ടുള്ള എല്ലാ പെർസ്പെക്റ്റീവിലും നിങ്ങൾക്ക് ചരിത്രം വളരെയധികം എന്താ പറയുക അന്തർലീനമായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക രീതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തിലേക്കാണ് നയിക്കുന്നത്? പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. നമ്മൾ സോഷ്യലിസ്റ്റിൽ കണ്ടു ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? ഗവൺമെന്റ് ആണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. പ്രൈവറ്റ് ഓണർഷിപ്പ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ഓക്കെ അല്ലേ? ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. കൺസംഷൻ ഫോർ ദ സേക്ക് ഓഫ് എൻജോയിങ് സോഷ്യൽ അക്നോളജ്മെന്റ്.
സോഷ്യൽ അക്നോളജ്മെന്റ്, അതായത് സോഷ്യലി ഒരു അക്നോളജ്മെന്റ് കിട്ടാൻ ആളുകൾ ശ്രദ്ധിക്കാൻ നിൽക്കുക, അതായത് ഷോ എന്നൊക്കെ പറയില്ല നമ്മൾ ചിലപ്പോൾ. സോഷ്യൽ അക്നോളജ്മെന്റിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസംഷന്റെ പേരെന്താണ്? ഒരു പുതിയ അറിവായിട്ട് വേണമെങ്കിൽ എടുത്തോളൂ. അത് കോൺസ്പീഷ്യസ് കൺസംഷൻ എന്ന് പറയും. അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വായിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതൊരു റാഷണൽ ആയിട്ടുള്ള രീതിയാണോ? റാഷണൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? SSCക്ക് നിങ്ങൾ ഇംഗ്ലീഷും പഠിക്കേണ്ടി വരുമല്ലോ. റാഷണൽ തോട്ട് എന്താണ്? കൃത്യമായിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള റീസണിങ് നടത്തി ആവശ്യങ്ങളൊക്കെ നോക്കിയിട്ട് നടത്തുന്ന ചിന്താഗതിക്കാണ് എന്ത് പറയുക? റാഷണൽ തോട്ട്. റെനേസൻസിന്റെ ഒക്കെ ഹിസ്റ്ററി പഠിച്ച സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ, റാഷണൽ തോട്ടിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നും സയന്റിഫിക് റാഷണൽ തോട്ട്സിന്റെ എന്താ പറയുക ഗുണം എന്താണെന്നൊക്കെ നിങ്ങൾ ആ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ റാഷണൽ കൺസംഷൻ ആയിരിക്കുമോ ഈ സോഷ്യൽ അക്നോളജ്മെന്റിന് വേണ്ടി നടത്തുന്ന കൺസംഷൻ? ആയിരിക്കില്ല അല്ലെ. സോഷ്യൽ കൺസംഷൻ ആയിരിക്കുമോ? തീർച്ചയായിട്ടും അല്ല. ഇനി ഡെമോൺസ്ട്രേഷൻ കൺസംഷൻ, അതും തീർച്ചയായിട്ടും ആയിരിക്കില്ല. ഈ വാക്കുകളുടെ അർത്ഥം നോക്കുക നിങ്ങൾ, അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? അതൊരു കോൺസ്പീക്യുവസ് കൺസംഷൻ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പുതിയ അറിവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. എങ്ങാനും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാഷണലൈസ്ഡ് ബാങ്ക്? ഇവിടെ എനിക്ക് ഞാൻ വരുത്തിയൊരു മിസ്റ്റേക്ക് കൂടി നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ബാങ്കിങ്ങിന്റെ കാര്യം ചർച്ച ചെയ്ത സമയത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യം സംസാരിച്ച സമയത്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? SBI ആക്ട് കൊണ്ടുവന്നിട്ടാണ്, അതായത് ലെജിസ്ലേഷൻ നടത്തിയിട്ടാണ് 1955 SBI രൂപീകരിക്കപ്പെടുന്നത്. അതായത് ഇതിനെ നാഷണലൈസ് ചെയ്യുക എന്നൊരു വാക്കല്ല ശരിക്കും അവിടെ നടക്കുന്നത്. ഇതൊരു ആക്ട് ഓഫ് പാർലമെന്റിലൂടെ രൂപീകരിക്കപ്പെട്ട ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് ആക്ച്വലി എന്താണ്? അത് പബ്ലിക് സെക്ടർ ബാങ്ക് എന്നുള്ള ഒരു ലിസ്റ്റിലാണ് അത് നമുക്ക് പെടുത്താൻ പറ്റുന്നത്. അല്ലാതെ ഇത് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇത് ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ ഞാനത് ഒരു എന്താ പറയുക നാഷണലൈസ്ഡ് ബാങ്ക് എന്നുള്ള ഹെഡിന്റെ അടിയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഡയറക്ട്ലി ലിസ്റ്റിൽ എഴുതുകയല്ല, ഇങ്ങനെ നാഷണലൈസേഷൻ നടന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ് ചെയ്തത്. അതിൽ പാർഷ്യലി നാഷണലൈസ്ഡ് എന്നൊരു വാക്കാണ് 1955 ക്ലാസ് എടുത്തപ്പോൾ ഉപയോഗിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നിരുന്നാലും അത് നാഷണലൈസേഷൻ എന്നുള്ള ഒരു ഐഡിയ ആയിരിക്കും തീർച്ചയായിട്ടും കൺവേ ചെയ്തിട്ടുണ്ടാവുക. എനിക്കും ഇതൊരു പുതിയ അറിവായിരുന്നു. ഇത് എങ്ങനെയായിരുന്നു? ഇതൊരു നാഷണലൈസ്ഡ് ബാങ്ക് എന്നുള്ള രീതിയിലല്ല. അതായത് നാഷണലൈസേഷൻ നടത്തുന്നത് അതിനെ എടുത്തിട്ട് പിന്നീട് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നതിനാണല്ലോ. പക്ഷേ SBI സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? SBI ആക്ടിലൂടെ, ഒരു ആക്ട് എന്താ പറയുക ലെജിസ്ലേഷനിലൂടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് 1955 അത് രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് എന്നുള്ളൊരു സ്ട്രേറ്റ് കാറ്റഗറിയിലേക്കാണ് അത് പോകുന്നത് എന്ന് ആലോചിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ ഈ രീതിയിൽ നാഷണലൈസ്ഡ് എന്ന ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല എന്നൊരു അറിവ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകണം. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവട്ടെ, PNB ആവട്ടെ, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആവട്ടെ, എല്ലാം നാഷണലൈസ് ചെയ്യപ്പെട്ട ബാങ്കുകളാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യ മേക്കിംഗ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് വിത്ത് അതർ കൺട്രീസ് ഫോർ പ്രൊമോഷൻ ഓഫ്. എന്താണ് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്? നിങ്ങൾ പേപ്പർ ഇടയ്ക്ക് നിങ്ങൾ വായിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് കേട്ടിട്ടുണ്ടാവും. മിക്കവാറും എല്ലാ എഗ്രിമെന്റിലും എന്താണ്? ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു കമ്പനി, പുറത്തുനിന്നുള്ള ഒരു കമ്പനി ഒരു രാജ്യത്ത് എന്താ പറയുക, ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ടൊരു കമ്പനി എന്ത് ചെയ്യുകയാണ്? ഒരു പരിപാടി, ഒരു ബിസിനസ് നടത്തുകയാണ്. അപ്പൊ ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ടാക്സ് ചെയ്യേണ്ടി വരും അല്ലെ. അവരുടെ എന്താ പറയുക, അവരുടെ ലാഭമോ കാര്യങ്ങളോ എന്തെല്ലാം ടേൺ ഓവറൊക്കെ. അതുപോലെ തന്നെ ഈ തുക ഈ കമ്പനി എന്ത് ചെയ്യും? അവരുടെ പാരന്റ് രാജ്യത്തേക്ക്, അവരുടെ ശരിയായ രാജ്യത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെയും ഇത് ടാക്സ് ചെയ്യപ്പെടും അല്ലെ. കാരണം ഇവിടുന്ന് എന്താ പറയുക, ഈ രാജ്യത്തേക്ക് കുറച്ച് പണവും കൊണ്ട് വരികയല്ലേ. അപ്പൊ ഈ ഡബിൾ ടാക്സേഷൻ അവർക്ക് ഒരേ എന്താ പറയുക ലാഭത്തിന് മുകളിലേക്ക് അവർക്ക് അടയ്ക്കേണ്ടി വരികയാണ്. അപ്പൊ ഇത് ഇവർക്ക് എന്ത് ചെയ്യുകയാണ്? വലിയ നഷ്ടം ഉണ്ടാക്കുകയാണ്. ഇവിടെയും ടാക്സ് അടയ്ക്കണം, അത് പാരന്റ് കൺട്രിയിലേക്ക് കൊണ്ടുവരാൻ അവിടെയും ടാക്സ് അടയ്ക്കണം. അപ്പൊ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ഇന്ത്യ ആയാലും മറ്റു രാജ്യങ്ങളായാലും തുടർച്ചയായിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? എഗ്രിമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും? തീർച്ചയായിട്ടും ബൈലാറ്ററൽ ട്രേഡിന്റെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അപ്പോൾ ട്രേഡ് എന്ത് ചെയ്യണം? വർദ്ധിക്കണം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് നടത്തുകയാണ്? ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു എഗ്രിമെന്റ്സ് തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ?